ഒരു ഓയിൽ എക്സ്പെല്ലർ മെഷീൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വെജിറ്റബിൾ ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ചുമ്മാ ഒരു പിഴിച്ചിൽ മാത്രമാണോ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതൊരു ഡബിൾ ഗിയർഡ് ഓയിൽ എക്സ്പെല്ലർ മെഷീൻ്റെ സെക്ഷൻ വ്യൂ ആണ്. നമ്മളൊരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിച്ച് ഏകദേശം 10 HP ടു 15 HP അത്യാവശ്യം RPM 1200 RPM നമ്മൾ ഈ മെഷീന് മോഷൻ കൊടുക്കുക, പവർ കൊടുക്കുക. പക്ഷേ ഇതൊന്ന് കറങ്ങുന്നൊന്ന് കണ്ടു നോക്കിയാൽ നമുക്ക് ആ 1000 RPM ഇപ്പോൾ ഏകദേശം ഒരു 10 RPM അല്ലെങ്കിൽ 15 RPM ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഇതാണ് സ്പീഡ് കുറച്ചിട്ട് പവർ കൂട്ടി കൊടുക്കുക എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ്. ഇവിടെയാണ് ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. ഈ മെഷീനിൽ ഈ ഗിയർ ബോക്സ് ഡബിൾ ഗിയർഡ് ഗിയർ ബോക്സാണ്. അപ്പോൾ 4 ഗിയറാണ് ഇതിലുണ്ടാവുക. ആദ്യം നമ്മുടെ ബെൽറ്റിൽ നിന്ന് പുള്ളി വഴി വരുന്ന മോട്ടോറിൻ്റെ പവറിനെ ചെറിയ 2 ഗിയറിലേക്ക്, അതൊരു ഷാഫ്റ്റിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, നൽകും. എന്നിട്ട് ഓരോ ചെറിയ ഗിയറും ഈ കാണുന്ന 2 വലിയ ഗിയറിലേക്കാണ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ചെറിയ ഗിയർ. തൊട്ടടുത്തുള്ള ഈ വലിയ ഗിയറിലേക്ക് കൊടുക്കും. അപ്പോൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറയും, പവർ കൂടും. അതാണ് ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. അതൊരു ഗിയറിൻ്റെ പല്ലിൻ്റെ എണ്ണത്തിന് ആനുപാതികമായിട്ടായിരിക്കും. എന്തിനാ അപ്പോൾ 2 ഗിയർ കൊടുത്തിട്ടുള്ളത്? അതാണ് ഇനിയുള്ള ചോദ്യം. അത് ഈ ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ വേമിൻ്റെ ഒരു 1/3 മൂന്നിലൊന്ന് ഭാഗത്തെ ഒന്നുകൂടി സ്പീഡിൽ കറക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് 1/3 ഭാഗത്തെ സ്പീഡിൽ കറക്കാൻ ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റ്. ഇത് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്കാണ് കൊടുക്കുക. ഈ ഷാഫ്റ്റ്, ഇതാണ് മെയിൻ ഷാഫ്റ്റ്. ഇത് ഡയറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഈ ഷാഫ്റ്റിനെ പിടിച്ച് കറക്കും. സെക്കൻഡ് ഗിയർ ഇപ്പോൾ കാണിച്ച ഈ ഭാഗം, അതാണ് കുരുവേമെന്ന് മെക്കാനിക്കുകൾ പറയുന്ന ആ വേമിൻ്റെ ഒരു 1/3 ഭാഗം, അതിനെ പിടിച്ച് കറക്കും. അപ്പോൾ ഈ ഭാഗം 1/3 ഭാഗം ഒന്നും കൂടി സ്പീഡിൽ കറങ്ങും. ബാക്കി എല്ലാ ഭാഗവും ഇതിനേക്കാട്ടിലും സ്പീഡൊന്നും കുറഞ്ഞ് കറങ്ങും. ഇതാണ് ഡബിൾ ഗിയർ അറേഞ്ച്മെൻറ്റ്. ഈ സ്പീഡ് റിഡക്ഷൻ കാരണം ഈ വേമിനും നമ്മുടെ എക്സ്പെല്ലറിൻ്റെ ചാമ്പറിനും ഇടയിൽപ്പെട്ട് നമ്മുടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ കോക്കനട്ട്സ്, നട്ട്സ് അങ്ങനത്തെ ഐറ്റംസിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. വേവ് നമുക്ക് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെക്ഷൻസ് ആക്കി കൊടുക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു വേം കൺവെയറല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആ വേമിൻ്റെ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. ആ ഗ്യാപ്പ് നമ്മൾ ഇടുന്നത് ഒന്നുകൂടി തിക്കായിട്ട് ഈ പിഴിച്ചിൽ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലെയിൻ വാഷർ ഇതിൻ്റെ ഇടയിൽ കൊടുക്കും. വേമിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പുറത്തോട്ട് വരുന്ന ഏരിയ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കോൺ പുള്ളി കൂടി, ഈ കാണുന്ന കോൺ പുള്ളി കൂടി ഉപയോഗിക്കും. ഇത് നമുക്ക് വേണ്ട മുറുക്കത്തിനനുസരിച്ചിട്ട് ഏരിയ കൂട്ടാനും കുറയ്ക്കാനും കഴിയാവുന്ന രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റിംഗ് കോൺ പുള്ളിയാണ്. അപ്പോൾ നമ്മുടെ ഷാഫ്റ്റിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. വലിയൊരു ഷാഫ്റ്റ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നമ്മുടെ കുരുവേം ഉറപ്പിക്കാനുള്ള ഒരു സ്റ്റെപ്പ്ഡ് കോൺ പുള്ളി വരും. പിന്നെ കുരുവേംസ് വരും. പിന്നെ വേംസുകൾ വരും. അതിൻ്റെ സ്പേസറും വരും. അത് കഴിഞ്ഞിട്ട് കോൺ പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ത്രെഡും വരും. ഈ ത്രെഡിൻ്റെ മുകളിൽ നമ്മൾ കോൺ പുള്ളി ഉറപ്പിക്കും. എന്നിട്ട് ലാസ്റ്റ് കോൺ പുള്ളിയുടെ ലെവൽ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് പ്ലേറ്റും കൂടി ഉണ്ടാവും.